العالمين والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا ومولانا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. وإذا حضر القسمة أولو القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال سيدنا محمد صلى الله عليه وسلم: واذكروا محاسن موتاكم. صدق رسول الله صلى الله عليه وسلم. كجلوسه بين الأنام مربيا وككثرة الأوراد كالصوم الصلاة وكخدمة للناس والحمل الحطب لتصدق بمحسل متمولا. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ആ മക്കളെ മുമ്പിൽ തന്നെ കൊണ്ടൊന്ന് ഇരുത്തിട്ട് വല്ല ആവശ്യമില്ല. മറിഞ്ഞു വീണ അതിന് സമാനം പറയണം. ഒച്ച ഉണ്ടാക്കാതിരിക്കണ എങ്ങനെ? മുന്നിൽ തന്നെ അവരെ കൊണ്ടുവരുത്തി ഒച്ച ഉണ്ടാക്കാതിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗരമാരം ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം ഈ മജ്ലിസിലും മഹാത്മാക്കളായ സാദാത്തുക്കളുടെ ആണ്ട് നടക്കുന്ന ഈ മാസത്തിലും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ പ്രസിഡന്റ്, ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റുമായ നാസർ തങ്ങൾ അവറുകളെ, ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് സുബൈർ ഹാഷിമി അവറുകളെ, സോൺ മുസ്ലിം ജമാഅത്തിന്റെ നേതാവ് അബ്ദുള്ള മുസ്ലിയാർ, നമുക്ക് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ എല്ലാം ആത്മീയ നേതാവായ സയ്യിദ് PMS ആറ്റക്കോയ തങ്ങൾ, ആലപ്പുഴ സുന്നി മഹൽ ഐക്യവേദിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, മഹത്തുക്കളായ സദസ്സിലും മറ്റുമുള്ള വേദിയിലുമുള്ള സാദാത്തുക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, സഹോദര സഹോദരിമാരെ, ഉമ്മമാര് മക്കളെയൊക്കെ ഒന്ന് അടക്കിയിരുത്ത്, രണ്ടു വാക്ക് പറയണമെങ്കിൽ ഒന്ന് അടക്കിയിരുത്തവരെ.
വിളിച്ച് മടിയിരുത്തി ഒരു മുട്ടായും കൊടുത്തോടെ ഇരുത്ത് പഠിച്ചവനെ വിചാരിച്ച് എന്തെങ്കിലും ഒരു ഏടാകൂടം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് വഫാത്തായി പോയ മഹത്തുക്കളെ കുറിച്ചുള്ള സ്മരണയും അവരുടെ ആണ്ട്, അവരുടെ ഉറൂസ്, അവരെ കുറിച്ചുള്ള മദ്ഹുകൾ, ഇതെല്ലാം അഹ്ലുസുന്നയുടെ സ്ഥിരമായ ആദർശമാണ്. അഹ്ലുസുന്നയുടെ നിലനിൽപ്പിനുള്ള പ്രത്യേക അവസരങ്ങളാണ്. അഹ്ലുസുന്നയുടെ പ്രചരണത്തിനുള്ള വഴിത്തിരിവുകളാണ്. അല്ലാതെ കുറച്ച് ദീനിങ്ങനെ വെച്ചുകൊണ്ട് നടന്ന് അതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഇസ്ലാം നിലനിൽക്കുന്നത്. ഇതെല്ലാം ദീനിൽ പെട്ടതാണ് എന്ന് അവസരങ്ങളിൽ ഉണർത്തുവാനും പഠിപ്പിക്കുവാനുമുള്ള സന്ദർഭങ്ങളാണ് ദീനിനെ ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവർത്തിച്ചു വരുന്ന മീലാദുശ് ശരീഫ് ഇസ്ലാമിൽ വലിയ ചലനമാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് വലിയ പ്രചരണമാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള വലിയ അവസരമാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. അവിടെ നിങ്ങോട്ട് താഴോട്ട് നാം ചിന്തിച്ചു വരുമ്പോൾ ഓരോ മഹദി മഹാത്മാക്കളുടെ ചരിത്രവും ഇസ്ലാമിന് ഉണർവ് നൽകുന്നു, ദീനിന്റെ പ്രചരണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ആദർശം പഠിക്കാനും പഠിപ്പിക്കുവാനും നിലനിർത്തുവാനും അത് കാരണമായി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, എങ്ങനെയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നടക്കുന്ന ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ എങ്ങനെയാണ് ഈ കണ്ട ജനങ്ങൾ ഒരുമിച്ചുകൂടി വലിയ ഉറൂസ് നടത്തി ആടിനെ അറുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള റിഫായി മസ്ജിദിൽ പാപ്പാളിയിൽ ചെന്നാൽ കാണാൻ 2 ദിവസം കഴിയുമ്പോൾ ആടെത്രത്തോളം വരുന്നു എന്നത്. ഒരു മഹാത്മാവിനെ അവർ മുറുകെ പിടിച്ചു. നമ്മൾ ചിലരൊക്കെ പിടിക്കും, മുറുകെ പിടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിലപ്പോഴൊക്കെ എങ്ങനെ അയഞ്ഞു പിടിക്കും. അവർ മുറുകെ പിടിച്ചു. അവരെ കൊണ്ട്, ആ മഹാത്മാക്കളെ കൊണ്ട് ആ മഹല്ലത്ത് സജീവമായി, ധന്യമായി, പണത്തിന് എവിടെയും പോകേണ്ട ആവശ്യമില്ലാത്ത അവസരം അവിടെ വന്നു. നിങ്ങൾ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ അരൂർ മഹല്ലിൽ 5 ജുമാഅത്ത് പള്ളിയാണ്. അതിൽ ആദ്യം കാണുന്ന പള്ളി റിഫായി മസ്ജിദാണ്. ആ റിഫായി മസ്ജിദിൽ ആഴ്ചയിൽ 2 റിഫായി റാത്തീബ് ഉണ്ട്. 2 റിഫായി റാത്തീബ്, ഒരു റാത്തീബ് ബുക്ക് ചെയ്യാൻ നിങ്ങളൊന്ന് പോയി നോക്ക്. 2025 ഡിസംബർ വരെ അവിടെ ബുക്കിംഗ് ആണ്. ആഴ്ചയിൽ 2 റാത്തീബ് ഉണ്ടായിട്ട് അവർ ആ മഹാത്മാവിനെ മുറുകെ പിടിച്ചു. ആ മഹാത്മാവ് ആ മഹല്ലത്തിന്റെ ആത്മീയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. അവരെ ബുദ്ധിമുട്ടില്ലാതെ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു. പിടിക്കുമ്പോൾ മുറുകെ പിടിക്കണം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഒരു ആശയമാണ്. എന്താ, നിങ്ങളുടെ വീട്ടിൽ ആണ്ടിന് ഭയങ്കര ആളാണല്ലോ, അദ്ദേഹം വലിയ തറവാടിയും വലിയ കുടുംബക്കാരനും ഒക്കെ ആയതുകൊണ്ട് വലിയ ജനക്കൂട്ടമുണ്ടായി. അവിടെ എന്താ ആൾ കുറഞ്ഞു പോയത്?
അതൊരു പാവമായത് കൊണ്ടാണ്. അങ്ങനെ തരം തിരിച്ചു പോയത് കൊണ്ട് നമ്മുടെ ഗ്രഹാന്തരങ്ങളിൽ നടക്കുന്ന നമ്മുടെ വാപ്പമാരുടെ പിതാമഹന്മാരുടെ ആണ്ട് അടിയന്തരങ്ങൾ തന്നെ ശോഷിച്ചു വന്നു. നാം നടത്താതെ വന്നു. ആദർശം ഇവിടെ പറയാൻ മടി കാണിച്ചു, നിലനിൽക്കാതെ വന്നു. അത് നമ്മുടെ കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഗണത്തിൽ ഇങ്ങോട്ട് പോന്നാൽ അഹ്ലു ബൈത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് നമ്മുടെ കൂടെ നിന്ന് ചിരിച്ചും കളിച്ചും നിന്ന് നമ്മുടെ കൺമുമ്പിൽ എല്ലാം തീരുമാനിച്ചു വെച്ച് യാത്ര പറഞ്ഞ ഒരു മഹാത്മാവാണ് സയ്യിദ് ഫദിൽ തങ്ങൾ അൽ ഐദ്റൂസി റഹ്മത്തുള്ളാഹി അലൈഹി. കളിയും തമാശയും പറയുന്ന തങ്ങളായതുകൊണ്ട്, എപ്പോഴും ചിരിപ്പിക്കുന്ന തങ്ങളായതുകൊണ്ട് നമുക്കത് കുറെ വിലയില്ലാതെയായി പോയി. വിലയില്ലാതായത് കൊണ്ടാണല്ലോ ആ മഹാനെ കുറിച്ച് വേണ്ട ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു പോയത്. എങ്ങനെയാണ് ഗൗസുൽ തങ്ങളെ ഓർക്കുന്നത്? എങ്ങനെയാണ് റിഫായി ശൈഖിനെ ഓർക്കുന്നത്? എങ്ങനെയാണ് മരിച്ച മഹത്തുക്കളെ ഓർക്കുന്നത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതെന്റെ വാപ്പയാണ്, എന്റെ വല്യുപ്പയാണ് എന്ന് അടയാളപ്പെടുത്തിയ ഖബറുകളാണ്. ആ മഹാത്മാവിന്റെ ചരിത്രം ആ ഖബറാണ്. ആ ഖബറൊന്ന് അടയാളപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ മീസാൻ കല്ല് വലിച്ച് തോട്ടിലെറിയാൻ, അത് പാടില്ലെന്ന് പറയാൻ ഒരാൾ ഇവിടെ ഉണ്ടായല്ലോ. അതാണ് നമ്മുടെ ആദർശ ശോഷണം എന്ന് പറയുന്നത്, നമ്മുടെ ധിക്കാരം എന്ന് പറയുന്നത്, നമ്മുടെ അധപ്പതനം എന്ന് പറയുന്നത്. വെക്കണോ വെക്കണ്ടയോ? വെച്ചു. അത് നിലനിൽക്കണ്ടേ? അതാ മഹാനോടുള്ള ആദരവാണോ? അല്ലേ? ആരതിനെപ്പറ്റി ചോദിക്കും? സ്ഥിര വിമർശനം ഏറ്റുവാങ്ങുന്ന പാവപ്പെട്ട ഞാനുണ്ടാവും അത് പറയാം. വേറെ ആർക്കും അത് പറയാൻ ചിലപ്പോ നാവ് പൊന്തണമെന്നില്ല. ഏത് മഹാൻ ചെയ്താലും ഏത് ഒറ്റപ്പെട്ടവൻ ചെയ്താലും അത് വലിയ ധിക്കാരമല്ലേ? അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു മാമൂലാണെന്നോ ഇതൊക്കെ ചില കുടുംബത്തിന്റെ കാര്യമാണെന്നോ മാത്രം മാറ്റിവെക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തും പരിശുദ്ധ ഖുർആനും അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ മരിച്ച മഹത്തുക്കളെ ഓർക്കുക, അനുസ്മരിക്കുക, അവരെ പറയുക എന്നുള്ളത്. ഞാൻ കൊണ്ടുവന്നതല്ല, ദാറുൽ ഹുദ കൊണ്ടുവന്നതല്ല, സുൽത്താനുൽ ഉലമ കൊണ്ടുവന്നതല്ല, ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. وَإِذَا حَضَرَ الْقِسْمَةَ أُولُو الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينُ فَارْزُقُوهُم مِّنْهُ وَقُولُوا لَهُمْ قَوْلًا مَّعْرُوفًا. ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് ഓഹരി ചെയ്യാൻ വേണ്ടി ജനങ്ങൾ വരുമ്പോൾ, കുടുംബങ്ങൾ വരുമ്പോൾ, സ്വത്തിൽ അവകാശമുള്ളവർ വരുമ്പോൾ അവിടെ വിളിച്ചിട്ടോ വിളിക്കാതെയോ എത്തീമക്കൾ വരും, വിളിച്ചിട്ടോ വിളിക്കാതെയോ പാപങ്ങൾ വരും, വിളിച്ചിട്ടോ വിളിക്കാതെയോ സ്വത്തിന് അവകാശമില്ലാത്ത അടുത്ത കുടുംബങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഫർസുഖൂഹും മിൻഹു, ആ മയ്യിത്തിന്റെ സ്വത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണേ. ഇത് ഖുർആൻ കൽപ്പിച്ചതാണ്, എന്റെ വകയല്ല, നിങ്ങളുടെ വകയല്ല. അകന്ന ബന്ധുക്കൾ വരും, മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് വരും, പാവങ്ങളെ വിളിച്ചിട്ട് വരും, വിളിക്കാതെ വരും. അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, അവരോട് നിങ്ങൾ നല്ല നല്ല വാക്കുകൾ പറയുകയും വേണം. ആ മഹാൻ അങ്ങനെയായിരുന്നു.
നിങ്ങളോട് ഇങ്ങനെ വസിയത്ത് ചെയ്തിരുന്നു, നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറിയിരുന്നു എന്ന് ആ മഹാത്മാവിനെ കുറിച്ച് ആ നല്ല സദസ്സിൽ വെച്ച് നല്ലത് നിങ്ങൾ പറയുകയും വേണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. സൂറത്തുൻ നിസാഇന്റെ 8-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ ഇത് കാണും. മഹാനായ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ എളാപ്പ മരണപ്പെട്ടപ്പോൾ ഞാൻ അവിടത്തേക്ക് വേണ്ടി വലിയ നേർച്ച സംഘടിപ്പിച്ചു. ആ നേർച്ചയിൽ വലിയ ഭക്ഷണം കൊടുത്തു. ഈ ആയത്ത് മയ്യിത്തിന്റെ സ്വത്തിൽ നിന്ന് തന്നെ എടുത്തു ഭക്ഷണം കൊടുക്കാം എന്ന് പറയുന്ന ആയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എളാപ്പാക്ക് വേണ്ടി, കൊച്ചാപ്പാക്ക് വേണ്ടി എന്റെ പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കുമായിരുന്നു. മയ്യിത്തിന്റെ സ്വത്തിൽ നിന്ന് തന്നെ എടുക്കാം. ഫർസുഖൂഹും മിൻഹു എന്ന് പറയുമ്പോൾ ആലിമീങ്ങൾ സംശയിച്ചു പോകണ്ട. മിൻഹു എന്ന പുല്ലിംഗം എങ്ങനെയാണ് കിസ്മത്തിലേക്ക് മടങ്ങിയത് എന്ന് മഹാത്മാക്കൾ പറയുന്നു. കിസ്മത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാലി മീറാസി എന്ന പുല്ലിംഗം തന്നെയാണ്, സ്വത്താണ്. മയ്യിത്തിന്റെ സ്വത്തിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് സൂറത്തുൽ നിസായിലെ 8-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മരിച്ച ആളുകളെ ഓർക്കണം, അവരെ മറന്നു കളയാൻ പാടില്ല. അവരുടെ ഖബറുകളെ ആദരിക്കണം, ബഹുമാനിക്കണം. ഏത് മനുഷ്യന്റെ ഖബറിനെയും ബഹുമാനിക്കണം. ആ ഖബറിന്റെ പുറത്ത് ചവിട്ടാൻ പാടില്ല, അവിടെ പോയി മൂത്രമൊഴിക്കാൻ പാടില്ല, ഖബറിനെ അനാദരിക്കാൻ പാടില്ല. ഇവിടെ അതും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഒരു മുസ്ലിമിന്റെ ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങളാണ്, സ്വർഗ്ഗങ്ങളാണ്. ഔ ഹുഫറത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, മുഅ്മിനിന്റെ ഖബർ സ്വർഗ്ഗമാ. ഇന്നലെ മരിച്ച, ഇന്ന് മരിക്കാൻ പോകുന്ന മുസ്ലിമിന്റെ ഖബർ സ്വർഗ്ഗമാണ്. പിന്നെയാണോ ഡേറ്റുകൾ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച മരിക്കും, ഞാൻ ഇന്നപ്പോ മരിക്കും, നിങ്ങൾ എന്റെ ഖബർ ഇങ്ങനെ വെട്ടണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് എല്ലാവരെയും കൃത്യമാക്കി വെച്ച് ചില ആളുകൾ മരണപ്പെട്ടു പോകും. നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു സയ്യിദായിരുന്നുവല്ലോ ഖുർറത്തു സാദാത്ത് സയ്യിദ് ഫضൽ കോയമ്മ തങ്ങൾ. എന്താണ് അവിടുത്തെ മരണം? എന്നെ കൊണ്ടുവരെ ടിക്കറ്റ് എടുപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടി. താജുൽ ഉലമാ സെന്ററിന്റെ യോഗമാണ് പിറ്റേന്ന്. ഞാൻ രാത്രിത്തെ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സുൽത്താനുൽ ഉലമ ഉസ്താദിനെ അവിടുത്തെ ഖാദിയായ ഉള്ളാളത്ത് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മയ്യിത്ത് നിസ്കരിക്കുവാനും ഉള്ളാൾ ദർഗാ ശരീഫ് ഉൾപ്പെട്ട നൂറുകണക്കിന് മഹല്ലുകൾ ഖാദിസ്ഥാനം വഹിക്കാനും ബഹുമാനപ്പെട്ട തങ്ങൾ സുൽത്താനുൽ ഉലമയെ വിളിച്ചു വരുത്തി. ഉള്ളാളത്ത് ഒരു ശിലാസ്ഥാപനം എന്ന പേരിൽ പരിപാടിയുണ്ട്. രാവിലെ ഒരു കുഴപ്പവുമില്ലാതെ വഫാത്തായി. എട്ടിക്കുളത്ത് 10,000 മയ്യിത്ത് നിസ്കരിച്ചു. അവിടുന്ന് ജനറൽ സെക്രട്ടറിയായ ജാമിയ സഅദിയയിൽ 10,000 മയ്യിത്ത് നിസ്കരിച്ചു. ഉള്ളാളത്ത് 10,000 മയ്യിത്ത് നിസ്കരിച്ചു. രാത്രി 1 മണി വരെ കാത്തിരുന്ന, കണ്ണീരും കയ്യുമായി കാത്തിരുന്ന ഖുറ എന്ന് പറയുന്ന ആ കുഗ്രാമത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യിത്ത് നിസ്കരിച്ചു. അവരെല്ലാം അവിടെ ഇന്നും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അളന്ന് മുറിച്ചു വെച്ചിട്ട് വഫാത്താകുന്ന ചില ആളുകളുണ്ട്. നാം അവരെ മറന്നുപോകരുത്. അത്തരത്തിൽ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് വിലയില്ലാതെയായി പോകരുത്.
ഞാൻ വെള്ളിയാഴ്ച മരണപ്പെടും, ഞാൻ ഇന്നപ്പോൾ മരണപ്പെടും, എന്റെ അനന്തര ക്രിയകൾ ഇന്ന രൂപത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാം ഏൽപ്പിച്ച്, എല്ലാവരെയും ഏൽപ്പിച്ച്, എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് ഖാദിമായ അനസ് എന്നോട് പറഞ്ഞു, നീ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. ആ ജുമഅയുടെ സമയത്ത് ആരാ പുറകെ വന്ന അത്തീഖുർ റഹ്മാൻ വാക്കവിയാണ്? ആണോ? ആ തലക്കെട്ടി വന്നിരുന്ന് തന്നെ ഇങ്ങോട്ട് വരും. അത്തീഖുർ റഹ്മാൻ വാക്കവേ? ആ വരും. മാഷാ അല്ലാഹ്. മലപ്പുറത്ത് വലിയ മുദരിസാണ് അത്തീഖുർ റഹ്മാൻ വാക്ക. അതെ, റെക്കോർഡ്. പതിലിപ്പാപ്പാടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അവിടെ നിന്ന് വരും. എന്റെയും ഒരു മുഹിബ്ബാണ്. അൽഹംദുലില്ലാ. അള്ളാഹുവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ സാലിഹീങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുറത്തു സാദാത്തിന്റെ മേഖലകൾ 10,000 നിറഞ്ഞ മുഅ്മിനീങ്ങൾ നിറഞ്ഞ മേഖലകളാണെങ്കിൽ, നൂറുകണക്കിന് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ നിറഞ്ഞ മേഖലകളിൽ മുഴുവനും മുന്നറിയിപ്പ് നൽകി നമ്മോട് വിട പറഞ്ഞു പോയ മഹാത്മാവാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സയ്യിദന്മാരെ പറ്റി പറയുമ്പോഴും അവരോട് തമാശയും കുട്ടിക്കളയും നടത്തുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴും അവരെ കുറ്റം പറഞ്ഞ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെവിടെയാ? ഏറ്റവും വലിയ സാദാത്യങ്ങളുടെ ഏറ്റവും വലിയ ഉംറ കച്ചവടം നടത്തിയ ആൾക്കാരൊക്കെ പോയില്ലേ? സുഹൃത്തുക്കട്ട തരിയൊക്കെ കേട്ട് അങ്ങനെ ഏറ്റവും വലിയ സാദാത്യങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ്? വടുതലയിൽ, വടുതല മഖാമിൽ. അവിടെയാണ് സയ്യിദ് പൂക്കോയ തങ്ങൾ ഖാദിയായിരുന്നത്. അവിടെയായിരുന്നു വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ദർസ് നടത്തിയത്. അവിടെ സയ്യിദന്മാരെ തെറി വിളിച്ച ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ അവരെ മഷീനിൽ നോക്കിയാൽ കാണുകയില്ല. നുരുമ്പി ദ്രവിച്ച് കുഷ്ഠരോഗം പിടിച്ച് നശിച്ചു പോയി അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയെ നേർക്കുനേരെ തെറിവിളിച്ചവരാ. സായിപ്പന്മാരെ പോലെ വലിയ പേരുണ്ടായിരുന്ന കുടുംബക്കാരാണവർ. അവരിൽ നിന്ന് മുബത്തദീങ്ങൾ വർദ്ധിച്ചു, അവരിൽ നിന്ന് കുഷ്ഠരോഗികൾ ഉണ്ടായി, അവര് തകർന്ന് തരിപ്പണമായി പോയി വടുതലയിൽ. ഞാൻ പേരൊന്നും പറയുന്നു, എനിക്ക് എല്ലാവരുടെയും പേരറിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത്തരത്തിൽ പെടാനുള്ള വ്യാമോഹമൊന്നും മണ്ണഞ്ചേരിയിലും ആരും നടത്തേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അവരവരുടെ കയ്യിൽ നിന്ന് അപാകതകൾ വന്നുവെങ്കിൽ നമ്മുടെ ശിരസ്കരായി തലകുനിച്ച് മഖാമിൽ പോയി അതിന്റെ പൊരുത്തം ചോദിക്കണം. അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി മരിക്കാൻ കുറച്ച് മെനക്കെടേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. മഹത്തുക്കളെ ആദരിക്കൽ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അവരുടെ സ്മരണയിൽ, മുഅ്മിനീങ്ങളുടെ ഔലിയാക്കളുടെ സ്മരണയിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള കടപ്പാടുകൾ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാത്മാവാണ്. എന്താണ് അവിടുത്തെ പോരിശകൾ? മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. അവിടുത്തെ അമ്മാവനായ അബൂ മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാകുന്ന അവിടുത്തെ മരുമകൾ കടന്നു വരുമ്പോൾ അബൂ മൻസൂർ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ്? ഗർഭിണിയായ ഒരു പെണ്ണ് വരുമ്പോഴാണോ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളുടെ ജന്മം അടയാളപ്പെടുത്തപ്പെടും, അവരുടെ വരവ് അടയാളപ്പെടുത്തപ്പെടും.
അവർ യാത്രയാകുന്നത് ലോകത്ത് ചരിത്രമായി രേഖപ്പെടുത്തപ്പെടും. അബൂ മൻസൂർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു ഗർഭിണിയെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്നത് മാത്രമല്ല, ആ ഗർഭസ്ഥ ശിശു സുൽത്താനുൽ ആരിഫീൻ എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന അഹ്മദുൽ കബീർ എന്ന് പറയുന്ന മഹാനെയാണ് അവർ ഗർഭം ചുമന്നിട്ടുള്ളത്. അത് എനിക്കറിയാം. മദീനത്ത് പോയപ്പോൾ നിങ്ങളുടെ മരുമകൾ ഇങ്ങനെ ഒരു സ്വാലിഹായ വലിയനെ പ്രസവിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത എനിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നോക്കണം, മഹത്തുക്കളുടെ ആഗമനം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ളവർക്ക് അത് അറിയാം. അങ്ങനെ മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ എന്ന് ചെന്നോവർ. ഗർഭസ്ഥ ശിശു മകനാണോ മകളാണോ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. കണ്ടില്ലേ, ഇതാണ് റിഫായി മാല, ഇതിനെവിടെയെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ജനങ്ങളാണ്, ജാഹിര്യങ്ങളാണെന്നുള്ളത്. വാതുകൾ വെച്ചാൽ അത് കേൾക്കാൻ അവർക്ക് നേരമില്ല, വാതിൽ വരാൻ നേരമില്ല. വന്നാൽ തന്നെ 2 ചെവിയിലും പഞ്ഞി വെച്ചിട്ടുണ്ട്. ഇനി മൂക്കി മാത്രം പഞ്ഞി വെക്കേണ്ട കേടേ ഉള്ളൂ. അവൻ ഫോണിലാണ് എപ്പോഴും. ഇതൊന്നും പഠിക്കാൻ അവന് നേരമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അതാ വയറ്റിൽ കിടന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ വയറ്റിലെ സംസാരം ഉമ്മ കേട്ടിട്ടുണ്ട്. ആ വയറ്റിലെ സംസാരമാണ് പറഞ്ഞത്. മകനാണ് ഞാൻ, ആൺകുട്ടിയാണ് എന്ന് വയറ്റിൽ നിന്ന് പ്രസ്താവിച്ചത്. ഇതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിക്കണേ, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പരിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുന്നു. വനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. ഈ ആയത്ത് വിശദീകരിച്ച് മഹത്തുക്കൾ പറയുന്നത്, മറിയം റളിയല്ലാഹു അൻഹയുടെ അടിവയറ്റിൽ നിന്ന് ഈസാ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, അല്ലാ തഹ്സനി, ഉമ്മ നിങ്ങൾ ദുഃഖിക്കേണ്ട. അല്ലാ തഹ്സനി, നിങ്ങൾ ദുഃഖിക്കേണ്ട. വനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഉമ്മ, നിങ്ങൾ ഇരിക്കുന്നതിന്റെ താഴെ തന്നെ നല്ല അരുവി ഒഴുകുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധജലമുണ്ട്. ആ കാണുന്ന ഉണങ്ങിയ ഈന്തപ്പന മരം, അതിൽ നിങ്ങളൊന്ന് ചാരിയിരിക്കുമ്പോൾ ആ ഈന്തപ്പന മരം തളിർക്കും, അത് കിളിർക്കും, അത് കായ്ക്കും. അങ്ങനെ ഗർഭിണികൾ വെറുതെ ഇരുന്നാൽ മോശമാണ്. അതുകൊണ്ട് അതൊന്ന് പിടിച്ചു കുലുക്കിയാൽ, ഈന്തപ്പന മരം എങ്ങനെ ഒരു പെണ്ണ് പിടിച്ചു കുലുക്കുമ്പോൾ കുലുങ്ങുമോ? കുലുക്കിയാൽ നല്ല കരിമ്പഴുക്കയ ഈത്തപ്പഴം നിങ്ങൾക്കതിൽ നിന്ന് കിട്ടും, വിഷമിക്കണ്ട എന്ന കാര്യങ്ങളെല്ലാം ഗർഭസ്ഥ ശിശുവായ ഈസാ അലൈഹിസ്സലാം ഉമ്മക്ക് നിർദ്ദേശം നൽകി എന്നാണ് ഖുർആൻ പറയുന്നത്. അത് ആർക്കിവിടെ അംഗീകരിക്കാൻ പറ്റും? ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് മറിയം റളിയല്ലാഹു അൻഹാ ശത്രുക്കളെല്ലാം വന്നിട്ട് മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, എന്താ പെണ്ണെ, നിന്റെ വാപ്പ ഒരു മോശക്കാരനല്ല. വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ ഉമ്മ ഒരു മോശക്കാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വാപ്പ ഒരു മോശക്കാരനല്ല, നിങ്ങളുടെ ഉമ്മ ഒരു മോശക്കാരിയല്ല, എന്തു പറ്റി മറിയമേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു അൻഹാ അശാറത്ത് ഇലൈഹി, തൊട്ടിലിൽ കിടക്കുന്ന ശിശുവിലേക്ക് ആംഗ്യം കാണിച്ചു. ഈ കുട്ടിയോട് ചോദിക്കേ,
എന്താ അങ്ങനെ ഇപ്പൊ പ്രസവിച്ച കുട്ടിയോട് ചോദിക്കുന്നത് എങ്ങനെ? വയറ്റിൽ കിടന്ന് ഈ കുട്ടി വല്ലാത്ത വർത്തമാനമായിരുന്നു, അതെനിക്കറിയാം. ഫഅശാറത്തിലേഹി, അവർ ചോദിച്ചു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എന്ത് വർത്താനം പറയാനാണ്? അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മറിയം ബീവിക്കറിയാം ഇത് വയറ്റിൽ കിടന്ന് വലിയ വർത്താനം പറഞ്ഞ കുട്ടിയാണെന്ന് അറിയാം. അങ്ങനെ അവർ ചോദിക്കേണ്ടി വന്നില്ല. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ഞാൻ അള്ളാഹുവിന്റെ അടിമ, അള്ളാഹിന്റെ മകനൊന്നുമല്ല, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു കളയണ്ട. ആതാനിയൽ കിതാബ, എനിക്ക് അള്ളാഹു കിതാബ് നൽകിയിട്ടുണ്ട്. വജഅലനി നബിയൻ, എന്നെ അവൻ നബിയാക്കിയിട്ടുണ്ട് എന്ന വർത്തമാനങ്ങൾ പറഞ്ഞപ്പോഴാണ് ലോകത്തുണ്ടായ ആ ശിശു സംസാരിക്കുന്ന വലിയ അത്ഭുതം. ഈസാ അലൈഹിസ്സലാമാകുന്ന വാപ്പയില്ലാതെ അള്ളാഹു ജനിപ്പിച്ച വലിയ അത്ഭുതം, വാപ്പയും ഉമ്മയുമില്ലാതെ സൃഷ്ടിച്ച അത്ഭുതമാണ് ആദം അലൈഹിസ്സലാം. വാപ്പയില്ലാതെ സൃഷ്ടിച്ച അത്ഭുതമാണ് ഈസാ അലൈഹിസ്സലാം. ലോകം ഇത് ഉൾക്കൊണ്ടു. അങ്ങനെ തൊട്ടിലും ഗർഭസ്ഥ ശിശുവും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമികമാണ്. അങ്ങനെ ഒരു സംസാരം ഇവിടെയും നടന്നു. അതാണ് മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. അതിങ്ങനെ വർത്തമാനങ്ങൾ ഗർഭസ്ഥ ശിശുക്കൾക്ക് പറയാൻ കഴിയും, തൊട്ടിലിൽ പറയാൻ കഴിയും. അല്ലാഹു കഴിവ് കൊടുത്താൽ അവിടെ എല്ലാം പറയാൻ കഴിയും. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മഹാത്മ്യം. ഏകല്ലരുളാലേ എല്ലാ മാലകളും സുന്നത്ത് ജമാഅത്താണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ മഹത്തുക്കളുടെ ചരിത്രവും സൂക്ഷിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളുടെ കടമയാണെന്ന് ഞാൻ പറഞ്ഞു. അത് മുഹീദ്ദീൻ മാലയായിരുന്നാലും റിഫായി മാലയായിരുന്നാലും ബഹുമാനപ്പെട്ട ഫദ്ൽ തങ്ങളുടെ മാലയായിരുന്നാലും അതിലൊക്കെ സുന്നത്ത് ജമാഅത്തുണ്ട്. ഏകൽ അരുളാലെ ഉറുദി പറയുമ്പോൾ ആലത്തിലൊക്കെയും കേൾക്കും അതെന്നോവർ. ഈ ജമാദുൽ അവ്വൽ 12 വഫാത്തായി 868 എത്ര 868 ആണ്ടാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട്. ആ ആണ്ട് മാസം ആണ്ട് ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ, അന്ന് യാസീൻ ഓതുമ്പോൾ, റാത്തീബ് ചൊല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. അവിടുത്തെ ഒരു കറാമത്ത് എന്താണ്? ഏകൽ അരുളാലേ ഉറുദി പറയുമ്പോൾ ആലത്തിലൊക്കെയും കേൾക്കും അതെന്നോവർ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വഅദ് പറയുമ്പോൾ ആ വഅദ് ഇന്നത്തെ സോഷ്യൽ മീഡിയകളില്ല, ഫോണില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. ആ കാലത്താണ് പറയുന്നത്. ആലത്തിലൊക്കെയും കേൾക്കും അതെന്നോവർ. ഇവിടെ വഅദ് പറഞ്ഞാൽ പുറകിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും, മൈക്രോഫോണിന്റെ ആവശ്യമില്ല. അങ്ങനെ അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ ലോകം മുഴുവനും കേൾക്കുന്നുണ്ട്. അതെങ്ങനെ കേൾക്കുമെന്നതാണ് അഖീദ. അത് എങ്ങനെ കേൾക്കുമെന്നതാണ് അഖീദ. ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ ഹുക്കുമാലുടയവൻ കേൾപ്പിക്കുമെന്നോവർ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നിങ്ങൾ ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യുക. നിങ്ങളിലേക്ക് കാൽനടയായി വാഹനങ്ങൾ കയറി അഷ്ടദിക്കുകളിൽ നിന്നും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇബ്രാഹിം നബിയെ,
എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതുപോലെ അത് ഇന്നലകളിൽ കേട്ടതുപോലെ ഇന്നത്തെയും ഹാജിമാരും മുഅ്തമിരീങ്ങളും അത് കേൾക്കുന്നത് പോലെ നാളെ ജനിക്കാനിരിക്കുന്നവരും അത് കേട്ടുകൊണ്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പടച്ചവനെ, നിന്റെ വിളിക്ക് ഞാൻ പലതവണ ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹാജിമാരും ഉംറക്കാരും വരിവരിയായി പോകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വിളിക്ക് ഉത്തരം ചെയ്തത് കൊണ്ടാണ്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. മരിച്ച ആളുകൾ വിളിക്കാം, മരിച്ച ആളുകൾ വിളിച്ചാൽ കേൾക്കും, മരിച്ച ആളുകൾക്ക് വിളിക്കാം, മരിച്ച ആളുകൾ വിളിച്ചാൽ കേൾക്കും, ജനിക്കാത്ത ആളുകളും കേൾക്കും. പിന്നീട് മരിച്ച ആൾക്കാർ ഒന്ന് ജനിച്ചിട്ട് വന്നു പോയെന്നല്ലേ ബഷീറാജി, വന്നുപോയ ആൾക്കാർ എങ്ങനെ കേൾക്കാതിരിക്കും? ഇത് വന്നിട്ട് തന്നെ അവര് കേൾക്കുന്ന പറയും. അതുകൊണ്ട് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്നാണ് പറയുന്നത്. മഹത്തുക്കളുടെ എല്ലാ മാലകളും മദ്ഹുകളും അഹ്ലുസുന്നയുടെ ആശയങ്ങളാണ്. നമ്മൾ പാടാതെയാകുമ്പോൾ ഉണങ്ങിപ്പോകും. ആരുണങ്ങും? നമ്മൾ ഉണങ്ങും. ആരുണങ്ങും? സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉണങ്ങിപ്പോകും. വാഴ്ന്നു കേൾക്കുകയില്ല. പിന്നെ അതിനെന്താ തെളിവ്? ഇതിനെന്താ തെളിവ്? ആരാ ചോദിക്കുന്നത്? സുന്നി പറഞ്ഞു നടക്കുന്ന ആളുകൾ, ദാറുൽ ഹുദ പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഹാസിമിയ പറഞ്ഞു നടക്കുന്ന ആളുകൾ, സുന്നി മഹലിന്റെ പ്രസിഡന്റ്. നമ്മൾ ആലപ്പുഴയിൽ നബിദിനാളിൽ ലജ്നത്ത് നടത്തണ്ട എന്ന് തീരുമാനിച്ചു. ആദ്യം എന്താ അതിന് കാരണം? സുന്നി മഹലിന്റെ പ്രസിഡന്റ് ഒരു കോത്താമ്പി എഴുന്നേറ്റ് നിന്നു. അവൻ പറഞ്ഞു, നമുക്ക് ഇപ്രാവശ്യം നബിദിന ഘോഷയാത്ര നടത്തണ്ട, വയനാട്ടിലേക്ക് അനുശോചനം മതി. ഇവന്റെ അനുശോചനം ചെന്നിട്ട് വേണ്ടി അവിടെ ഖബർ നന്നാകാൻ. ഒരു ജാഹിലി, സുന്നി പറഞ്ഞു നടന്ന് കൂടെ നടന്ന ഒരു ജാഹിലി. ഉസ്താദന്മാർക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം പോരാ, ആശയം പഠിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ള പാവപ്പെട്ട ജാഹിലീങ്ങളും അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഉസ്താദുമാര് തങ്ങള് ആദ്യങ്ങൾ വടിയും ഒക്കെ എടുത്ത് ഞാനും ഇറങ്ങി. അങ്ങനെ ഓരോ മഹലിലും പോയി സുന്നത്ത് ജമാഅത്ത് ഇങ്ങനെ പുറകെ കൂടിയൊക്കെ സ്ക്രൂ കയറ്റി പിടിപ്പിച്ചപ്പോ എല്ലാവർക്കും ഹയാത്തായി. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് നടത്തുന്നത് എന്ന ബോധം ഒരാൾ പറഞ്ഞു കൊടുക്കണോ? ഒരാൾ ഉത്തേജിപ്പിക്കണോ? എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ സുന്നികളിൽ ആദർശമില്ല, നമ്മുടെ സുന്നികളിൽ ആദർശമില്ല. ജീവിച്ചിരിക്കുമ്പോഴില്ല, മരിച്ചാൽ തീരെയില്ല. ജീവിച്ചിരിക്കുന്നവരോടില്ല, മരിച്ചവരോടും ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് ഫദ്ലുൽ ഐദ്റൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ മുകളിൽ നിന്ന് മീസാൻ എടുത്തിട്ട് ചോദിക്കാൻ ആളില്ലാത്തത്. ഒരു അടയാളം വേണ്ടേ? വഖദ് ഹജറു ഖബരി ഫമാ യഅരിഫൂനഹു വഖദ് കുന്തു ഫിദ്ദുനിയാ കസീറൻ സിയാറതി. 16 സലാത്ത് മജ്ലിസുകൾ ഞാൻ ദാറുൽ ഹുദയിൽ വന്നു. ബഹുമാനപ്പെട്ട ഫദ്ൽ തങ്ങൾ എന്നെ കൊണ്ട് വഅദ് പറയിപ്പിച്ചതാണ് ദിക്റുൽ മൗത്ത് എന്ന് പറയുന്ന ബൈത്ത്. ആ ബൈത്ത് ഓതി വഅദ് പറയാൻ തുടങ്ങി. തങ്ങളപ്പുറത്ത് കരയാൻ തുടങ്ങി. ഓടി വന്നിട്ട് നിർത്ത് മതി, എനിക്ക് നിലവിളിക്കാൻ വയ്യ എന്ന് പറയും. അതിൽപ്പെട്ട ഒരു ബൈത്താണ് വഖദ് ഹജറു ഖബരി, അവരെന്റെ ഖബർ വെടിഞ്ഞു. ഫമാ യഅരിഫൂനഹു, എന്നെ പരിചയമുള്ളതായി അവർ കാണിച്ചില്ല. വഖദ് കുന്തു ഫിദ്ദുനിയാ കസീറൻ സിയാറതി, ഞാൻ ഉള്ള സമയത്ത് എല്ലാ വില്ലന്മാരും, വീട്ടുപേര് പറഞ്ഞ അങ്ങനെ ആയി പോകാൻ പേര് ഞാൻ പറയുന്നില്ല, എല്ലാ വില്ലന്മാരും എന്റെ അടുക്കൽ വരുമായിരുന്നു. ഞാൻ വിസിറ്റേഴ്സിനെ കൊണ്ട്, സന്ദർശകരെ കൊണ്ട് ചായ കൊടുത്ത് തോറ്റിരിക്കുന്ന ഒരാളായിരുന്നു എന്നല്ലേ ഫദ്ലുകളുടെ കാര്യം പറയുമ്പോ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിനെ അനാദരിക്കാൻ പാടില്ല, അവിടുത്തെ അടയാളങ്ങളെ നീക്കാൻ പാടില്ല. ഇത് ഞാൻ പറയുമ്പോ ഞാൻ കുറെ ഖബർ നീക്കിയ ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ചെയ്തു. ഞാൻ ആരുടെയും ഖബർ നീക്കിയിട്ടില്ല, ഞാൻ ആർക്കെതിരെയും ശാപപ്രാർത്ഥന നടത്തിയിട്ടില്ല. അതെന്റെ ജോലിയല്ല. ഒരു മൊയിലേരിക്കും തങ്ങൾക്ക് ഞാൻ പാരം വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വെക്കണ പാര ഏൽക്കുകയുമില്ല. ഇന്നലെ ഇശാ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കാണാം മഖാമിന്റെ പുതിയ പള്ളിയുടെ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു തേങ്ങ അതിന്റെ പുറത്ത് ഏതാണ്ടൊക്കെ വരച്ചു കുറിച്ച് വെച്ചിരിക്കും.
എന്റെ മയ്യത്തടക്കാനാണ് അള്ള വിചാരിക്കുമ്പോഴേ അടക്കാൻ പറ്റുള്ളൂ. വേറെ കുറെ കൂട്ടര് കുമ്പളങ്ങ കൊണ്ടുവന്ന് അതിന്റെ പുറത്തൊക്കെ കുമ്പളങ്ങ സാമ്പാറിലിട്ട് എന്ത് രുചി ഉണ്ടാവും. അത് കൊണ്ടുവന്ന അസ്മാവും എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ വരച്ചിട്ട് 3 തുണി കൊണ്ട് പൊതിഞ്ഞ് നടുക്കൊരു കെട്ട് അപ്പുറം ഇപ്പുറം 3 കെട്ടായിട്ട് മിൻഹാ ഖലഖനാകും എന്നാണ് മക്കാമിന്റെ മണ്ണിത്തനെ കൊണ്ട് നടക്കി. അവിടെ എനിക്ക് അടങ്ങാൻ കിട്ടിയ വലിയ ഭാഗ്യമാണ്. ഔലിയാക്കന്മാരോട് കിടക്കല്ലേ, അഹ്ലു ബൈത്തോടെ കിടക്കല്ലേ. അങ്ങനെ 7 കുമ്പളങ്ങ എന്റെ അറിവിൽ കുഴിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കുമ്പളങ്ങ ഇങ്ങനെ മുളച്ചു വരും, അതിന്റെ കുരു മുളച്ചു വരുമല്ലോ. ഇതൊക്കെ ചെയ്ത് എന്ത് പ്രയോജനം? എടാ, എനിക്ക് മരിക്കണ്ടേ, നമുക്ക് മരിക്കണ്ടേ, നിങ്ങൾക്ക് മരിക്കണ്ടേ? ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ജീവിതമാണോ? മല്ലി ഇദാ ഹുമിൽതു ഔ ഖീല ഖദ് മളാ വഅത്ഫൗ സിറാജി ഫസ്തഖഫു ബിഹുർമതി. സ്വന്തം കൺപോളകൾ പോലും ഒന്ന് തിരുമി അടക്കാൻ മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ട അവസരം എല്ലാം പോയി മയ്യിത്ത് മയ്യിത്ത് എന്ന് വിളിക്കുന്ന അവസരം എനിക്കാരുണ്ടെന്ന് ചിന്തിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറുണ്ടോ? وخلفي كلمات وخلفي كريمات علي بواكيا وفيهن أمي شقيقي وعترتي. എന്റെ മയ്യിത്ത് 3 കെട്ടും കെട്ടി സന്തോക്കിലെടുത്ത് ഇറങ്ങുമ്പോൾ, ദിക്ർ ചൊല്ലി ഇറങ്ങുമ്പോൾ, മറയുടെ പിന്നിൽ വിങ്ങി വിങ്ങി പൊട്ടി നെഞ്ചത്തിട്ടിടിച്ച് കരയുന്ന കൂട്ടത്തിൽ എന്റെ പെൺമക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, ചിലപ്പോ എന്റെ പിതാവുണ്ട്, മാതാവുണ്ട്. അവരോട് മറുപടി പറയാൻ എനിക്ക് സമയം കിട്ടാത്ത, എനിക്ക് കഴിവില്ലാത്ത സമയത്ത് എനിക്കാരുണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മുഅ്മിനായ മനുഷ്യൻ ഓർക്കണ്ടേ. ജീവിച്ചിരിക്കുന്നവരെ വിടുന്നില്ല, മരിച്ച ആളുകളെയും വിടുന്നില്ല. എത്ര മോശമാണ്. അല്ലാഹു നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിച്ച മഹത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ മഹാത്മാരായ ആളുകൾക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്ക് വേണ്ടി തന്നെ നാം ചെയ്യുന്ന അമലുകൾക്ക് വലിയ വലിയ തെളിവുകൾ ഇസ്ലാമിലുണ്ട്. അത് നമ്മുടെ ആദർശത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ള ഹദീസ് ഞാൻ പറയാം. സയ്യിദത്തുനാ വ ഉമ്മുനാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ആ ഉമ്മയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു അവിടുത്തെ ബർക്കത്ത് അടിയങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹാ 53 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്. രണ്ടാമത്തൊരു ഭാര്യയെ അവിടുത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഔ ശിഅത സവ്വജ്നാക തർഅതു മക്കത്തൻ ഔ ശിഅത തബ്ബബ്നാക കൈ തഖ്താല. മുഹമ്മദേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്ര കുലീന തറവാട്ടുകാരിയായ പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരാം, നിങ്ങൾ ഈ ദീൻ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ ജനങ്ങളുമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാതെ ഒരാളെയും സ്വീകരിച്ചിട്ടില്ല. അവിടുത്തെ പുതിയ ഭാര്യമാരിൽപ്പെട്ട ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മദീനത്ത് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ പറ്റി പഠിച്ചതിന് ശേഷം അവിടെന്ന് പറയുന്നു, മാഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഗിർതു അലാ ഖദീജ. ഖദീജ ഉമ്മയോട് ഉള്ളുകൊണ്ട് ഇഷ്ടം തോന്നിയതുപോലെ നബിയുടെ ഭാര്യമാരിൽ ആരോടും എനിക്കിഷ്ടം തോന്നിയിട്ടില്ല. വമാ റഅയ്തുഹാ, ഖദീജ ഉമ്മയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെയോ വലാകിൻ കാന യുക്സിറു ദിക്റഹാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മരിച്ച ആളുകൾക്ക് വേണ്ടി യാസീൻ ഓതുന്നതും സദഖ ചെയ്യുന്നതും
ദാറുൽ ഹുദാ ശരീഅത്ത് ദഅവ കോളേജിലേക്ക് നേർച്ചയാക്കുന്നതും നിങ്ങളും ശ്രദ്ധിക്കണം, അതവർക്ക് കിട്ടുന്നതാണ്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലാകിൻ കാന യുക്തിറു ദിക്റഹാ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ പറ്റി ഒരുപാട് പറയും. അതേ മരണപ്പെട്ടു പോയ മഹത്തുക്കളെ കുറിച്ച് ഒരുപാട് പറയണമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. വകാന യുക്തിറു ദിക്റഹാ വഖാല അന്നഹാ കാനത്ത് വകാനത്ത്. എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു എന്ന മദ്ഹുകൾ പറയുമെന്ന് മാത്രമല്ല, ഫറുബ്ബ വകാന ലീ മിൻഹാ വലദുൻ. ഖദീജയിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത് എന്ന് പറയും. വറുബ്ബമാ ദബഹ ശാത വയുഖത്തിഉഹാ അഅളാൻ വയുസദ്ദിഖുഹാ അലാ സദാഇഖി ഖദീജ. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് അതിനെ പീസുകളാക്കി അതിനെ പണ്ടൊക്കെ ചേമ്പിന്റെ ഇലയിൽ പൊതിയും, മുടികളച്ചിലിന്റെ ഇറച്ചി കൊണ്ടുവരും. ഇപ്പൊ ചേമ്പുമില്ല, ചേമ്പ് എന്ന തോടുമില്ല. ആ ചേമ്പിന്റെ ഇലയിലാണെങ്കിൽ ശുദ്ധമായിരിക്കും, കടലാസ് ഒന്നും ഒട്ടിപ്പിടിക്കൂല. ഇപ്പൊ കടലാസിൽ പൊതിഞ്ഞിട്ട് മട്ടൻ കഴിക്കുമ്പോ അതിലുണ്ടാകും കടലാസിന്റെ കഷ്ണം. അങ്ങനെ പീസുകളായി അതിനെ പൊതിഞ്ഞിട്ട് തീർന്നില്ല. ഖദീജ ഉമ്മയുടെ കൂട്ടുകാരികൾക്ക് അത് കൊടുത്തയക്കും, സദഖ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൂട്ടുകാരികൾക്ക്, ഖദീജ ഉമ്മയുടെ കൂട്ടുകാരികൾക്ക് ഇറച്ചു കൊടുത്തയക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ നോക്കൂ, അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടുത്തെ പെൺമക്കൾ ഭക്ഷണമുണ്ടാക്കി അവിടുത്തെ വീട്ടിൽ സ്വഹാബത്തിനെ അന്ന് തന്നെ അവിടുത്തെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി സൽക്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബിദ്അത്താക്കി, ഇതൊക്കെ വലിയ കുഫ്രിയത്താക്കി, ഇതൊക്കെ വലിയ ശിർക്കാക്കി കഴിയുന്ന ജനങ്ങൾ മക്കത്തെ ഇമാമിനെ കൊണ്ടുവരും, ചിലപ്പോ മദീനത്തെ ഇമാമിനെ കൊണ്ടുവരും. യഥാർത്ഥ മദീനയുടെ ഇമാം അവരുടെ കൂടെ ഇല്ല. യഥാർത്ഥ മക്കത്തെ ഇമാം അവരുടെ കൂടെ ഇല്ല. നിങ്ങൾ നോക്കൂ, അവർ കൈകെട്ടുന്നത് എവിടെയാ? മക്കത്തെ ഇമാം കൈകെട്ടിയപ്പോ അല്ലേ പ്രശ്നം? എന്താ ഇവരൊക്കെ കൈകെട്ടിയത്? ഇങ്ങനെയാണ്, ട്രാൻസ്ഫോമറിന്റെ മുകളിലുള്ള കൈകെട്ടലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ മക്കത്ത് നാളെ കൊണ്ടുവന്ന് ദീനുണ്ടാക്കാൻ നോക്കാണ്. മക്കത്തെ ഇമാം എന്ത് ചെയ്തു? മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു വന്നതുപോലെ, തമീമുദ്ദാരി റളിയല്ലാഹുവിന് കേരളത്തിൽ വന്നതുപോലെ അതുപോലെ അയാൾ കൈകിട്ടി. അല്ലാതെ അയാൾക്ക് എങ്ങനെ കൈകിട്ടാൻ പറ്റും? അപ്പൊ എല്ലാരും അങ്ങനെ കൈകെട്ടി. അപ്പുറത്ത് നോക്കുമ്പോ ഒരു കോയാമതിന് ഇങ്ങനെ അയാൾക്ക് ഈ ഡേഞ്ചർ മാറ്റാൻ പറ്റൂല. എന്ന് പറഞ്ഞാലും ഡേഞ്ചറിൽ നിന്ന് മാറുകയില്ല എന്ന് ചിന്തിക്കുന്ന ജനങ്ങളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കണേ, മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കൃത്യങ്ങൾ, കടമകൾ, സുഹൃതങ്ങൾ ഒരിക്കലും തേച്ചുമാച്ചു കളയാൻ സാധ്യമല്ല. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രോഗം പിടിപെട്ട് മരണത്തോട് മല്ലടിച്ചു കിടക്കുമ്പോൾ കുറെ ആളുകൾ അവിടുത്തെ സന്ദർശിക്കാൻ വന്നു. ആ സന്ദർശിക്കാൻ വന്നവരോടെല്ലാം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുഖം കൊടുക്കാതെ ഭിത്തിയിലേക്ക് തന്നെ ചെരിഞ്ഞു കിടന്നു. മകനായ അബ്ദുള്ള എന്നവർ വന്നുകൊണ്ട് പറഞ്ഞു, ഉപ്പാ, അമാ ബശ്ശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ വകദാ. അങ്ങയോട് അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് സന്തോഷ വാർത്തകൾ തന്നതല്ലേ, എന്തിന് നിങ്ങൾ ദുഃഖിക്കണം? നിങ്ങൾ അവരോട് എന്തെങ്കിലും വർത്തമാനം പറയൂ, അവർക്കൊന്ന് മുഖം കൊടുക്കൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സന്ദർശകരിലേക്ക് തിരിഞ്ഞുകൊണ്ട് സ്വഹാബി വര്യനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി പറയുന്നു, എന്റെ അവസ്ഥ 3 തരത്തിലായിരുന്നു. എന്റെ അവസ്ഥ 3 തരത്തിലായിരുന്നു. ഒന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ, തക്കം കിട്ടിയാൽ കൊന്നുകളയാനായിരുന്നു എന്റെ അന്നത്തെ ആഗ്രഹം. നബി തങ്ങളോട് അത്രയും വെറുപ്പാണ് എനിക്ക്. ആ വെറുപ്പ് ചെകിടിച്ച കാലത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ ഞാൻ നരകവാസിയായി പോകും ജനങ്ങളെ. പിന്നെ അല്ലാഹു തആല എനിക്ക് ഹിദായത്ത് നൽകി. അല്ലാഹു എന്നെ മുസ്ലിമാക്കി.
അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടു. അശദ്ദൽ ഹുബ്ബി, എനിക്ക് വലിയ ഇഷ്ടമായി. നിങ്ങൾ തിരുനബിയെ ഒന്ന് വർണ്ണിച്ചു തരാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ മാ അതഖതു ഇജ്ലാലല്ലഹു, അവിടത്തോടുള്ള ബഹുമാനം കൊണ്ട് എനിക്കതിന് സാധ്യമല്ല. അത്രയും വലിയ ഹുബ്ബാണ് എനിക്ക് അവിടത്തോട്. ഫഇൻ മിത്തു അലാ ഹാദിഹിൽ ഹാലതി ലഅല്ലി അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന. ഇങ്ങനത്തെ ഒരു ഈമാനുമായിട്ടാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കിടക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലാഹു അടിയങ്ങൾക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. അതാണ് നിങ്ങളും ഞാനും ഫോളോ ചെയ്യേണ്ട കാര്യം, നമ്മിൽ നിലനിർത്തേണ്ട കാര്യം. മറ്റൊന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ മറമാടി, മണ്ണൊക്കെ വാരിയിട്ടുകൊണ്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ എന്റെ പേരിൽ മണ്ണ് വാരിയിടുമല്ലോ, അത് കഴിഞ്ഞ് നിങ്ങൾ പോകരുത്. എന്റെ ഖബറിന്റെ ചുറ്റും നിങ്ങൾ അല്പസമയം താമസിക്കണേ. കണ്ടോ, നേരെ സലാം പറഞ്ഞ് പോകാൻ പാടില്ല. നിങ്ങളെ കൊണ്ട് എനിക്കൊരു നേരം പോക്ക് ലഭിക്കണം. മാത്രം പോരാ, മാദാ ഉറാജിഉ ബിഹി റസൂല റബ്ബി, എന്റെ റബ്ബിന്റെ മുഅക്കലുകളായ മലക്കുകൾ മുൻകർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാം, അവർ വരുമ്പോൾ, അവർ ചോദിക്കുമ്പോൾ അവരോട് എന്ത് മറുപടി പറയുമെന്ന് ഞാനൊന്ന് ചിന്തിക്കാൻ വേണ്ടിയും നിങ്ങൾ അല്പസമയം എന്റെ ഖബറിന്റെ മുമ്പിൽ കഴിച്ചുകൂട്ടണേ. വലിയ സ്വഹാബിയാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ ജനങ്ങളാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി പലതും നിർവഹിക്കാനുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അതാണ് നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ ആശയം. ആ ആശയം ഇവിടെ നിലനിൽക്കണം. മരിച്ച വീട്ടിൽ പോയാൽ കയ്യും കെട്ടി നിൽക്കരുത്, അവിടെ പോയി പത്രം വായിച്ചിരിക്കരുത്, അവിടെ പോയി സൊറ പറയരുത്. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇരിക്കുന്ന ആളുകളെ കൊണ്ടെല്ലാം യാസീൻ ഓതിപ്പിക്കണം, ഇരിക്കുന്നവരെ കൊണ്ടൊക്കെ ദിക്റ് ചൊല്ലിക്കണം, ഇടക്കിടക്ക് ദുആ ചെയ്തു കൊടുക്കണം. ജീവിച്ചിരിക്കുന്ന ആളുകൾ അതിന് കടമപ്പെട്ടവരാണ്. അവരുടെ ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യണം. അവരുടെ ഖബറിന്റെ അടുത്ത് പോയി അവരുടെ തൽഖീൻ എളുപ്പമാകാൻ, അവരുടെ തസ്ബീത്ത് എളുപ്പമാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഇന്ന് പരമാവധി മയ്യിത്ത് നിസ്കരിക്കുന്നവരെ നിൽക്കും, എല്ലാവരും ഓടും. തസ്ബീത്തിന് ആളില്ല. തസ്ബീത്തിന് പിന്നെ ആര് വരും? അല്ലാഹ്, വഹാബികൾ വരും. അവർക്ക് അതാ ജോലി. അവരൊന്ന് ഒച്ചപ്പാടുണ്ടാക്കി പോകും, മഖ്റജ് പോലും ശരിക്ക് ചെല്ലാൻ അറിയുകയില്ല. ഇതൊക്കെ നമ്മുടെ ഗണത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുമ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നശിച്ചു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജഅദാനി അസ്റഖാനി അസ്വദാനി ശഅറുഹുമാ യസ്ഹബുഹു റിജ്ലാനി, കണ്ടാൽ പേടിച്ച് വിറച്ചു പോകുന്ന രൂപത്തിലാണ് മുൻകർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ വരവ്. മുഅ്മിനായ മനുഷ്യനല്ലാതെ അവരെ നല്ലതുപോലെ കാണാൻ കഴിയില്ല. അങ്ങനെ വിഷമിക്കുന്ന ഖബറാളികൾക്ക് നാം ഇവിടെ നിന്നുകൊണ്ട് അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി വസ്സലാത്തു ഫരീദതി വൽ മുഅ്മിനൂന ഇഖ്വാനി
വഇലാ റബ്ബി മആബി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ജനാസ ജീവനുള്ള ജനാസയായി അത് കേൾക്കുന്നു. അങ്ങനെ അതാ ആ മറുപടി ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു. ഖബർ വിചാരിച്ചുകൊണ്ട് കരയുന്നവനാണ് മുഅ്മിന്. ഖബർ വിചാരിച്ചുകൊണ്ട് കരയുന്നവനാണ് മുഅ്മിന്. എത്രയോ കരഞ്ഞവരാണ് നമ്മുടെ കിഴക്കേ പള്ളിയിലെ മുഅദ്ദിനായ നൗഷാദ് മുസ്ലിയാരെ വിളിച്ചുകൊണ്ട്, അല്ലാത്തവരെ വിളിച്ചുകൊണ്ട്, എടോ ഖബറിൽ ഞാൻ ഒറ്റക്കായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരയുന്നവരായിരുന്നു ഫദ്ല് തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതൊരു ചെറിയ സ്വഭാവമല്ല. അശറത്തുൽ മുബശ്ശറയുടെ നേതാവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ദാടിയിലൂടെ കണ്ണുനീരുറ്റുറ്റി വീഴുമ്പോൾ അവിടുന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാത്മാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി ഖബറാണ്. ഫഇന്ന ജാ മിൻഹു വമാ ബഅദഹു ഐസറു, അവിടുന്ന് രക്ഷപ്പെട്ടാലേ ബാക്കിയുള്ളത് എളുപ്പമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അങ്ങനത്തെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സ്വഭാവം, അങ്ങനത്തെ ഔലിയാക്കളുടെ സ്വഭാവം, അങ്ങനത്തെ നല്ലവരുടെ സ്വഭാവം പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫദ്ല് തങ്ങൾക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ അതുക്കിയോതിയവരല്ലേ? എല്ലാ മഹത്തുക്കളെ പറ്റി പറയുമ്പോൾ, ഔലിയാക്കളെ പറ്റി പറയുമ്പോൾ അവരുടെ മദ്ഹുകളിൽ പെട്ടതാണ് കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയൻ വകകഥറത്തിൽ ഔറാദി കസ്സൗമിസ്സലാ. ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നത് ഔലിയാക്കളുടെ പതിവാണ്. ജനങ്ങൾക്ക് വേണ്ടി അവർ ഇരിക്കും. ജനങ്ങൾ വരും, ഭ്രാന്തുള്ളവൻ വരും, മുസ്ലിമായവൻ വരും, മുസ്ലിമല്ലാത്തവർ വരും. ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പദ്ധതിയാണ്. അവരെ നേർവഴിയിലാക്കാൻ വേണ്ടി നീ സുബഹി നിസ്കരിച്ചിട്ട് എത്ര ദിവസമായി, എല്ലാം മാറും, കാത്തിരുന്നോടാ എന്ന് പറയുന്ന രൂപത്തിൽ അവരെ ശകാരിച്ചും അവരെ പേടിപ്പിച്ചും അവരെ ഭയപ്പെടുത്തിയും അവരെ തർബിയത്ത് ചെയ്യുന്നവരായി അവരെ സംസ്കരിക്കുന്നവരായി ഇരിക്കുന്നത് ഔലിയാക്കളുടെ സ്വഭാവമാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. വെറും ഇരിക്കലും പറച്ചിലും മാത്രമല്ല, വകഖിദ്മത്തിൽ ലിന്നാസി വൽഹംലിൽ ഹതബ് وكخدمة للناس كالحمل الحطب لتصدق بمحسل متمولا. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, എല്ലാ ഔലിയാക്കളുടെ ചരിത്രത്തിലും കാണാം. ഔലിയാക്കളൊക്കെ പച്ചപ്പാവങ്ങളാണ്. ആരുടെ കയ്യിലും കാശില്ല. അവർ കാശുണ്ടാക്കാനും പാവപ്പെട്ടവന് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ കാട്ടിൽ പോയി വിറക് വെട്ടും. വിറക് വെട്ടി ചുമന്ന് തോളിലേറ്റി ചുമന്നു കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട മുഅ്മിനാത്തുകളായ ജനങ്ങളുടെ അടുക്കളയിൽ കൊണ്ടുവന്ന് കൊടുക്കും. അവർക്ക് വിറക് കൊടുക്കും. അവർക്ക് വിറക് ആവശ്യമില്ലെങ്കിൽ ആ വിറക് വിറ്റ് കാശുണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സദഖ ചെയ്യുന്നതാണ്. ഇത് ഔലിയാഇന്റെ മർത്തബയാണ്. ജനസേവനം ഔലിയാഇന്റെ മർത്തബയാണ്. SYSന്റെ സാന്ത്വനത്തിന്റെ നേതൃത്വമേ പ്രവർത്തകരെ, ഇത് ഔലിയാഇന്റെ മർത്തബയാണ്. ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതമവ്വലാ, കിട്ടിയ കാശ് പാവങ്ങൾക്ക് സദഖ ചെയ്യുന്നു. അങ്ങനെയുള്ള ഔലിയാഇന്റെ വലിയ വലിയ മർത്തബകൾ, വലിയ വലിയ സ്വഭാവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫദ്ൽ അൽ ഇദ്റൂസി റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കൊച്ചും ചെറുതും വലുതുമായ ഒരുപാട് കറാമത്തുകൾ എനിക്ക് തന്നെ അറിയാം. ഞാനിതെല്ലാം ഇവിടെ പറയുന്നില്ല.
ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ഇസ്തിഖാമത്തായ ജീവിതം. ഫദ്ല് തങ്ങൾ ഒരു സുബഹി ഖളാ ആക്കിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 3 മണിക്ക് എഴുന്നേറ്റാൽ നേരെ കുളത്തിലിറങ്ങി കുളിച്ച് റെഡിയായി 3:30 ദുആ ചെയ്യാനിരിക്കും. എന്താ ദുആ? ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കണമേ, അതാ ദുആ. ഇന്നത്തെ ദീനിന്റെ ഏറ്റവും വലിയ ഖാദിമീങ്ങൾക്ക് വേണ്ടി ദുആ. പാവപ്പെട്ട ഞങ്ങളൊക്കെ അതിനിടക്ക് കടന്നു വരും. മകനായ മുഹമ്മദ് തങ്ങൾ കടന്നു വരും. അവർക്കൊക്കെ വേണ്ടി, ദീനിന്റെ പ്രവർത്തകർക്ക് വേണ്ടി ദുആ ചെയ്യും. അതല്ലേ ഏറ്റവും വലുത്. അങ്ങനെ ഇസ്തിഖാമത്തുള്ള ജീവിതം. ബാങ്ക് കൊടുത്താൽ അപ്പ ബാങ്ക് കൊടുത്തു, അപ്പ ഇഖാമത്ത് കൊടുത്തു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അപ്പ ഇഖാമത്ത് കൊടുത്ത് ആരാണോ കൂടെയുള്ളത് അവരെ മഅ്മൂമാക്കി നിസ്കരിക്കുന്നു. അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമൽ ഏതാണ് നബിയേ? ഖാല അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ ഖാല റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി. രണ്ടാമത് കുത്തി കളിക്കാലേ നമ്മുടെ സ്വലാത്ത് വരൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കാരം അതിന്റെ അവ്വൽ വഖത്തിൽ നിസ്കരിക്കുക. അള്ളാഹുവിനുള്ള കടപ്പാട് വീടി, പടച്ചവനുള്ള കടപ്പാട് വീടിയാൽ അവൻ ജനങ്ങളുള്ള കടപ്പാട് വീടും. പടച്ചവനോട് വീട്ടാത്തവൻ ജനങ്ങളുടെ കടപ്പാട് വീട്ടുകയില്ല. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അവൻ തൊള്ളപ്പെടായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനൊക്കെ പുറമെ ചുരുങ്ങിയത് ഒരു ദിവസം ഈ ഓട്ട ചാട്ട ഖിദ്മത്തുകൾക്കിടയിൽ 5000 സ്വലാത്ത് ചെല്ലും. أدم الصلاة على الحبيب محمد فقبولها حتم بغير تردد أعمالنا بين القبول وردها إلا الصلاة على النبي محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് ഓരോ അമലിന്റെയും ആദ്യവും അവസാനവും നിർവഹിച്ചാൽ ആ അമൽ സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഓരോ ദുആഇന്റെയും 2 നിലക്കും സ്വലാത്ത് ചൊല്ലിയാൽ അത് സ്വീകരിക്കുമെന്നുറപ്പാണ്. അതുകൊണ്ടാണ് സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ദുആകൾക്ക് ഇജാബത്ത് കിട്ടുന്നത്. ഇങ്ങനെ പറഞ്ഞ് 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 അങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ശേഷവും എപ്പോഴും ഒരു ചെറിയ, ആര് നോക്കിയാലും കാണാത്ത ഒരു തസ്ബീഹ് കൂടെ ഉണ്ടാകും. നമ്മളാണെങ്കിലോ ആനക്കയറ് പോലത്തെ ഒരു തസ്ബീഹ് ഉണ്ടാകും. സുബ്ഹാനല്ലാഹ് ടിൻഡിം, സുബ്ഹാനല്ലാഹ് ടിൻഡിം, സുബ്ഹാനല്ലാഹ് ടിൻഡിം നടിക്കുന്ന ആ വലിയ കൗണ്ടർ ഉണ്ടാവും. നമ്മൾക്ക് തസ്ബീഹ് ഇല്ല, 4 ആൾ അറിയണം. ആ മാല ഇങ്ങനെ കീസെന്നെടുത്ത് ഇങ്ങനെ കയ്യിൽ ചുരുട്ടിയിട്ടാ നടക്കുന്നത് തന്നെ. ഇങ്ങനത്തെ ആളുകളുണ്ട്, അങ്ങനെ ചെയ്യുന്ന നല്ലവരുമുണ്ട്. പക്ഷേ സാധാരണക്കാരുണ്ട്, കൊച്ചുമൊയിലേക്കന്മാരെ കൊണ്ട് അങ്ങനെ വലിയ ടിൻഡിം മണിയായിട്ട് നടക്കുന്ന ആളുകൾ. ഇതങ്ങനെയൊന്നുമല്ല. എണ്ണം അറിയാൻ വേണ്ടി മാത്രം ഒരു ചെറിയ മുത്തിന്റെ നമ്മൾ നോക്കിയാൽ കാണാത്തൊരു തസ്ബീഹ് അതിങ്ങനെ ചെല്ലുന്നുണ്ടാകും. അതിന്റെ ഇടയിലാണ് എല്ലാം പറയുന്നത്. ഞാനും ഹനീഫ് ഉസ്താദും ഞങ്ങളെല്ലാം കൂടി ഒരു പിരിവിന് പോയി. ബഹുമാന തങ്ങളുപ്പാപ്പ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ജെന്ന് കാർ ഒരു പശു ഞങ്ങൾ തുടങ്ങി. പശു ഇങ്ങനെ കയറും വലിച്ച് നിൽക്കുകയാണ്. ഓണടിച്ചിട്ട് പോകുന്നില്ല, മാറുന്ന ഞങ്ങളെല്ലാരും പറഞ്ഞിട്ട് പോകുന്നില്ല. അങ്ങനെയൊക്കെ പശു വട്ടം നിൽക്കുകയാണ്. തങ്ങള് ഗ്ലാസ് താത്തിയിട്ട് മാറ് പശു, മാറ് പശു, പശു കുണുങ്ങി അപ്പോഴേ പോയി. മൃഗം പറഞ്ഞാൽ കേൾക്കും, മനുഷ്യര് പറഞ്ഞാൽ കേൾക്കും. മനുഷ്യരെ കൂട്ടത്തിൽ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ അമ്പിയാക്കളുടെ കാലത്തുണ്ട്. ഞങ്ങൾ കേൾക്കൂല എന്നാണ് വില്ലന്മാര് പറയുന്നെങ്കിൽ അവര് കാലാകാലം കേൾക്കാത്തവരായി പോകുന്നതിന് വിരോധമില്ല. മനുഷ്യൻ അനുസരിക്കും, മൃഗം അനുസരിക്കും, എല്ലാവരും അനുസരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് അവിടെ നടത്തുന്ന ആണ്ട് അബൂബക്കർ ഷാത്രി റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ ജദ്ദായ അവരുടെ ആണ്ട്, മഹത്തുക്കളെ പറയാനുള്ള ആണ്ട്, അതെല്ലാം നാം മനസ്സിലാക്കണം. അതൊക്കെ ആദർശത്തിന്റെ ഭാഗമാണ്, ആദർശ പ്രചരണത്തിന്റെ ഭാഗമാണ്. അതൊന്നും നിങ്ങളാരും മറന്നു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി, യാസീൻ ഓതി ദുആ ചെയ്തുകൊണ്ട് നാം ഈ മഹത്തായ സൽക്കർമ്മം പൂർവികരെ ഓർക്കുന്ന, അവരെ പറയുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന റബ്ബന ഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയെ പറ്റി അവിടുന്ന് പറഞ്ഞതാണ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണം. വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാനി, ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്നു പോയ ആളുകൾക്കും നീ പുറത്തു തരണം അല്ലാഹ്, പുറത്തു കൊടുക്കണം അല്ലാഹ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പക നൽകരുത്, നീ കുശുമ്പ് നൽകരുത്, നീ ഹസദ് നൽകരുത്, അവരെ പറ്റി മോശമെന്ന് പറയരുത്. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ആദ്യ തലമുറയെ ചീത്ത പറയുന്ന ആളുകളായി അവസാനക്കാരി മാറി. അങ്ങനെ ഖിയാമത്തിന്റെ അലാമത്താണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതാ നമുക്ക് ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ആയാർ തങ്ങൾ അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട നൂർ സാദാത്തിനെ ഈ ദാറുൽ ഹുദയുടെ മുറ്റത്തേക്ക് മുമ്പും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു തആല അവസരം നൽകി. ഇതിന്റെ ശില്പിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഫضل തങ്ങൾ അള്ളാഹുവിന്റെ ദർജകൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, പദവികൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, മഹാത്മാക്കളായി വഫാത്തായി പോയ ആളുകളോട്, മുഅ്മിനീങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ പക വരാൻ പാടില്ല. പക വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക. അവരോടാണ് പറയുന്നത്. പക വന്നില്ലെങ്കിൽ അരുതാത്തതൊന്നും വഫാത്തായവരെ പറ്റി നമ്മൾ ചെയ്യുകയില്ല. അള്ളാഹു നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. آل النبي خالة عظمي وجرى في مفاصلي فاعذروني أنا والله مغرم بهواهم عللوني بذكرهم عللوني. അഹ്ലി ബൈത്തിനോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ മജ്ജയിലും മാംസത്തിലും ഇഴുകിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് വിചാരിച്ചാലും തിരക്കേടില്ല. അവരെ പറ്റി ഒരു മോശം നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ അഹ്ലി ബൈത്തിന് വേണ്ടി പറഞ്ഞിരിക്കും. അല്ലലൂനി ബിദിക്രിഹിമി അല്ലലൂനി അന വല്ലാഹി മുഗ്റമുൻ ബിഹവാഹുമു. അവരോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ പണയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ പുകഴ്ത്തിയത് കൊണ്ട് ആർക്കെങ്കിലും മോശം തോന്നിയെങ്കിൽ, ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. അല്ലലൂനി, പലരും എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അല്ലിലൂനി ബിദിക്രിഹിമി അല്ലിലൂനി, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. മഹാത്മാക്കളായ അഹ്ലി ബൈത്തിനെ പറ്റി നമ്മുടെ ഖൽബിൽ, ബഹുമാനപ്പെട്ട ഫضലങ്ങളെ പറ്റി നമ്മുടെ ഖൽബിൽ ഒന്നുമില്ലെങ്കിലും ഉണ്ടാകുന്ന പണി ചെയ്തവരെ കൊണ്ട് തിരുത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കാലാകാലം അത്തരം മഹത്തുക്കളുടെ ഖബറുകൾ അടയാളപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഇനി കിഴക്കേ മഹല്ലായാലും ഏത് മഹല്ലായാലും ഒന്നും അഹ്ലി ബൈത്തിന്റെ മുകളിലല്ല. അവരതിന് മുന്നോട്ട് വരണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അവന്റെ ദീനിനും ഉമ്മത്തികൾക്കും മുഅ്മിനീങ്ങൾക്കും ഗുണകരമായി എത്തിച്ചു തരുമാറാകട്ടെ. ഫസാദ് ഫിത്നകളില്ലാതെ അള്ളാഹു നമ്മളെ കാർക്കട്ടെ. ബഹുമാനപ്പെട്ട കാന്തവരം AP അബ്ദുൽ ഹക്കീം അസ്ഹരി നയിക്കുന്ന സഞ്ചാരം, മാനവ സഞ്ചാരം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ യാത്ര ഒരു ഭംഗവും വരാതെ, ഒരു വിഷമവുമില്ലാതെ കോഴിക്കോട് സമാപിച്ച് വിജയിക്കുന്നത് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നൂർ സാദാത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ.
ഫضൽ തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന് ആലപ്പുഴ ജാമിയ ഹാഷിമയുടെ 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പാവപ്പെട്ട എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നിനായ ഫضൽ തങ്ങളുടെ 7ാമത് ഉറൂസിൽ 4ാമത്തെ തവണയാണ് ബഹുമാന്യനായ ബായാർ തങ്ങൾ സമാപന ദുആയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. തങ്ങൾക്ക് ദാറുൽ ഹുദയുടെയും കേരള മുസ്ലിം ജമാഅത്ത് SYS SSF മാരാരിക്കുളം സോൺ കമ്മിറ്റിയുടെയും നമ്മുടെ ഇവിടുത്തെ ഐസം അക്കാഡമിയിലെ വിദ്യാർത്ഥികളുടെയും ഉപഹാരം നൽകുന്ന ചടങ്ങ് നടക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സമാപന ദുആയിലേക്ക് കടക്കും. ആദ്യം ദാറുൽ ഹുദ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഉപഹാരം ഒന്നിനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾക്ക് നൽകും. വിനയപൂർവ്വം തങ്ങളെ ക്ഷണിക്കും. കേരള മുസ്ലിം ജമാഅത്തിന്റെ SYSന്റെയും SSFന്റെയും മാരാരിക്കുളം സോൺ കമ്മിറ്റിയുടെ ഉപഹാരം ബഹുമാന്യനായ അബ്ദുള്ള മുസ്ലിയാർ നിർത്തുന്നു. നമ്മുടെ സ്ഥാപനത്തിലെ ഐസം അക്കാഡമിയിലെ വിദ്യാർത്ഥികളുടെ